സ്വന്തം കഴിവിലും ഉയർച്ചയിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാകാതിരിക്കുക. ദൈവത്തിലും ആശ്രയിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക, സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഇങ്ങനെ നല്ല ഉയർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിലൊന്നും വലിയ ആശ്രയം വേണ്ട എന്ന് ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ വരുമ്പോൾ നമ്മളിന്ന് ചിന്തിക്കും, മറ്റുള്ളവരിലേക്കോ ദൈവത്തിലേക്കോ നമ്മൾ നോക്കുകയില്ല. നമ്മുടെ കഴിവിൽ ഇങ്ങനെ അഹങ്കരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അൽഫോൻസ് ലിഗോരി ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയത്. 10 വർഷം പ്രഗത്ഭനായ ഒരു വക്കീലായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. 10 വർഷം ഒരു തോൽവിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായില്ല. എന്നാൽ ഒരിക്കൽ തോറ്റുപോയപ്പോൾ മുകളിലേക്ക് നോക്കേണ്ടി വരുന്നു. ഇതുപോലെ നമ്മളും ഇതുപോലെ ഇങ്ങനെ കടന്നു പോകും. ജീവിതത്തിൽ തോൽക്കാതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ഒരു വീഴ്ചയുണ്ടാകുക. ആ വീഴ്ചയുണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകും നമ്മൾ നടന്ന വഴികളിൽ കർത്താവില്ല എന്നും, അതുപോലെ തന്നെ ദൈവികമായിട്ട് ഒരു കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് അൽഫോൻസോ ലിഗോരി തിരിച്ചറിവിലേക്ക് കടന്നു വരിക. ഈ വഴിയിലൂടെയല്ല ഞാൻ നടക്കേണ്ടത്, പിന്നെ ദൈവികമായ ഒരു യാത്രയിലേക്കാണ് മിസ്റ്റർ അൽഫോൻസ് ലിഗോരി നടന്നതെന്ന്. വക്കീൽ എന്ന് പറയുന്ന ആ വ്യക്തി പിന്നെ ദൈവത്തിന് വേണ്ടി വാദിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് ഉയർച്ചയുണ്ടാകാം, അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയുണ്ടാകാം, നല്ല കഴിവുകളുണ്ടാകാം. ഇതൊക്കെ ദൈവം തന്നതാണ് എന്ന് ചിന്തിക്കാൻ, ദൈവം തന്ന ദാനമാണെന്ന് ചിന്തിക്കാൻ, അതിൽ മതിമറന്നിങ്ങനെ എല്ലാം മറന്ന്, ദൈവത്തെയും മറന്ന്, മനുഷ്യരെയും മറന്ന്, മനുഷ്യത്വവും മറന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരിക്കൽ വീഴുമെന്നുള്ളത്. നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും ഒരു തെന്നി വീഴ്ചയുണ്ടാകും. ആ സമയത്ത് ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യരാരും ഉണ്ടാകില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവം മാത്രം ഉണ്ടാകുള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന മനുഷ്യർ ഒരാളും നമ്മുടെ ആ സമയത്ത് ഉണ്ടാകില്ല. അപ്പോഴേക്കും നമുക്ക് എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ടാകും. കാരണം ഈ പണമുള്ളത് കൊണ്ട് എനിക്ക് എന്തുമാകാം, അല്ലെങ്കിൽ സമ്പത്തുള്ളത് എന്തുമാകാം എന്ന് ചിന്തിച്ച് ഞാൻ മനുഷ്യരെയൊക്കെ ഇങ്ങനെ അകറ്റി കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ മാറരുത്. ദൈവത്തെ കൺമുമ്പിൽ കണ്ട് മനുഷ്യരെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.